വൺ പീസ് എന്ന സീരീസിലെ അലബാസ്റ്റ സാഗയിലെ ആർക്ക് ഓർഡറിൽ രണ്ടാമത്തെ ഗ്രാൻഡ് ലൈൻ ആർക്കാണ് ഈ പറയുന്ന വിസ്കി പീക്ക് ആർക്ക്. അനിമെ എപ്പിസോഡുകൾ 64 മുതൽ 67 വരെയും വാങ്ക ചാപ്റ്റേഴ്സ് 106 മുതൽ 114 വരെയാണ് ഈ ഒരു വിസ്കി പീക്കിലുള്ളത്. ഇതൊരു ഷോർട്ട് ആർക്കാണ്, പക്ഷെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതാണ് ബറോക്ക് വർക്കേഴ്സ് അല്ലെങ്കിൽ വർക്ക്സ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഗ്രാൻഡ് ലൈൻ എന്ന് പറയുന്നത് എത്രമാത്രം ഡേഞ്ചറസ് ആകുന്നതിൻ്റെ ഇനിഷ്യൽ പടി നമ്മളെ കാണിക്കുന്നതും സോറോയുടെ ടെറിഫൈങ് സ്ട്രെങ്ത് കാണിക്കുന്നതും വിവി എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദ എൻറ്റയർ സാഗയായിട്ട് മാറുന്നതും ഈ ഒരു ചെറിയ ആർക്കിലാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. Too long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul, just tell them they lay low. ഓക്കെ ഫൈൻ. അങ്ങനെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് റിവേഴ്സ് മൗണ്ടനിൽ നിന്ന് നെക്സ്റ്റ് ഐലൻഡിലേക്ക് വരികയാണ്. അതാണ് ഈ പറയുന്ന വിസ്കി പീക്ക്. ഈ വിസ്കി പീക്ക് എന്ന് പറയുന്ന ഐലൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഭയങ്കര ജൈജാൻറ്റിക് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ സിറ്റിസൺസ് ഇവരെ അല്ലെങ്കിൽ ഈ റൂക്കി പൈററ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര വലിയ ഹീറോസ് ഒക്കെ ആയിട്ടാണ്. അതായത് ഫ്രീ ഫുഡ് കൊടുക്കുന്നു, ആൽക്കഹോൾ കൊടുക്കുന്നു, ലോഡ്ജ് കൊടുക്കുന്നു, സെലിബ്രേഷൻ, ഡാൻസ് ആയി, പാർട്ടിയായി അങ്ങനെ പോവുകയാണ്. ആ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെന്യൂൻ ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ. ഇത് സത്യം പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും പിന്നെ നമ്മുടെ സോറോയ്ക്കും മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതായത് ലൂഫി, സാൻജി, യുസോബൊക്കെ ഇത് മറന്നിങ്ങനെ ആഘോഷിച്ചിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴാണ് ആ ഒരു ഹിഡൻ ട്രൂത്ത് അവിടെ വെളിവാകുന്നത്. അതായത് വിസ്കി പീക്ക് എന്ന് പറയുന്നത് സീക്രട്ട്ലി ബറോക്ക് വർക്ക്സ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്നവർ നടത്തുന്നതാണ്. ഇത് സത്യം പറഞ്ഞാൽ ലീഡ് ചെയ്യുന്നത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള മിസ്റ്റർ സീറോ എന്ന് പറയുന്ന ആളാണ്. ലേറ്റർ മിസ്റ്റർ സീറോനെ വെളിപ്പെടുത്തുന്നത് ക്രോക്കോഡൈൽ എന്നാണ്. യെസ്. സോ ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബറോക്ക് വർക്ക് ഏജൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂക്കി പൈററ്റ്സ് അല്ലെങ്കിൽ ഈ പൈററ്റ്സിനെ ഇവർ വെൽക്കം ചെയ്ത് അവർ ഡ്രങ്ക് കള്ളൊക്കെ കുടിപ്പിച്ചിട്ട് അവരുടെ ഉറക്കത്തിൽ ഇവരെ അങ്ങ് കൊന്നുകളയും. എന്തിന്? ബൗണ്ടീസ് കണക്ട് ചെയ്യാൻ വേണ്ടി. ഇതിനാണ് നമ്മുടെ ഇവരെ എല്ലാവർക്കും ഈ സാധനം എല്ലാം കൊടുത്തത്. സോ ഇത് മനസ്സിലാക്കി ആദ്യമേ എന്തോ ഒരു പന്തികേട് മനസ്സിലാക്കിയ നമ്മുടെ സോറോ അത്രയൊന്നും കുടിച്ചില്ല. സോറോ മാസ്മരികമായിട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി രാത്രി ഉറങ്ങാതിരുന്നപ്പോഴേക്ക് ഇവന്മാരുടെ തനിക്കുണം മനസ്സിലായി. അവിടെ വെച്ചാണ് സോറോ വേഴ്സസ് 100 ബൗണ്ടി ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഐക്കോണിക് മൊമെന്റ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് സ്ലീപ്പ് ചെയ്യുമ്പോൾ റോറോനോവോ സോറോ അവേക്ക് ആയിരുന്നിട്ട് അസാസിനേഷൻ അറ്റംപ്റ്റ് കണ്ടുപിടിച്ചു. ഇതൊരു കനോൺ ഇവന്റ് തന്നെയാണ്. സോറോ സിംഗിൾ ഹാൻഡഡ്ലി ഡിഫീറ്റ് ചെയ്തത് 100 ബറോക്ക് വർക്ക് ഏജൻസിനെയാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ 8, മിസ് മൺഡേ, മിസ്റ്റർ 9. മിസ് വെനസ്ഡേ, മിസ്റ്റർ 9 നമുക്കറിയാം. അതിൽ വേറൊരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്. അതായത് സോറോ ഈ ഒരു ടൈമിൽ ഒരു മോൺസ്റ്റർ ലെവൽ ഫൈറ്ററാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. നമ്മൾ കാണുമ്പോൾ ഒരു ഗൂസ് ബംസ് പോകുന്ന മൊമെന്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് മെമ്പർ ഓഫ് ക്രൂ ആണെന്നും നമുക്ക് മനസ്സിലായി. എ ഫ്യൂച്ചർ ലെജൻഡ് തന്നെയാണെന്നും മനസ്സിലായി. സോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മിസ് വെനസ്ഡേ ആയിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അവളുടെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി. അവളെന്ന് പറയുന്നത് വിവി എന്ന് പറയുന്ന ഒരാളായിരുന്നു. പ്രിൻസസ് ഓഫ് കിങ്ഡം ഓഫ് അലബാസ്റ്റ. ഇത് സത്യം പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് കാനോൺ ഡീറ്റെയിൽ തന്നെയാണ്. ബറോക്ക് വർക്സിൻ്റെ കൂടെ കൂടിയിട്ട് ഈ ഒരു സിവിൽ വാർ അലബാസ്റ്റയ്ക്കകത്ത് ഉള്ളിൽ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയാണ് ഈ പറയുന്ന മിസ് വെനസ്ഡേ ആയിട്ടൊക്കെ നമ്മുടെ വിവി വന്നത്. അവിടെ വെച്ച് നമ്മുടെ സോറോയോട് പറയുന്നുണ്ട് മിസ്റ്റർ സീറോ എന്ന് പറയുന്ന ഒരാളാണ് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. വിവി അതുകൊണ്ട് തന്നെയാണ് മിസ്റ്റർ 9ന്റെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് ഇവരുടെ മെയിൻ മിഷൻ എന്ന് പറഞ്ഞാൽ അലബാസ്റ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. മനസ്സിലായി കാണുമല്ലോ. ഇത് സത്യം പറഞ്ഞാൽ ഒരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് നമ്മളെ തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമായിരുന്നു. ഈ ഒരു ടൈമിലാവട്ടെ നമ്മുടെ ലൂഫി എഴുന്നേറ്റ് വരുന്നുണ്ട്. ലൂഫി നോക്കുമ്പോൾ തന്നെ കള്ളും ഇവർക്ക് ഇഷ്ടമുള്ള സാധനമെല്ലാം തന്ന ആൾക്കാരെ സോറോ അടിച്ച് വെട്ടി വീഴ്ത്തി കൊന്നിട്ടേക്കുന്നു. ഒരു ക്രിട്ടിക്കൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ലൂഫി എഴുന്നേറ്റ് സോറോയുടെ നേരെ കയറുകയാണ്. അങ്ങനെ സോറോ വേഴ്സസ് ലൂഫി ഒരു ഫൈറ്റ് തന്നെ ഉണ്ടാക്കുകയാണ്. സോറോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലൂഫിനെ അറിയാലോ ആ ഒരു ടൈമിൽ പുള്ളി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒന്നാമത് വീർത്തിങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ലൂഫി ഇരിക്കുന്നത് തന്നെ. എന്നിരുന്നാലും അവരുടെ ഒരു ബ്രീഫ് ഫൈറ്റ് നമുക്ക് കാണാം. ഇൻറ്റൻസ് ഫൈറ്റ് തന്നെയാണ്, ബട്ട് അടിപൊളിയായിരുന്നു. ഇത് വൺ ഓഫ് ദി വെരി റെയർ ടൈംസ് ആണ് സ്ട്രോ ഹാറ്റ്സ് തമ്മിൽ സീരിയസ്ലി ഫൈറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇത് കണ്ടുകൊണ്ടുവന്ന നമ്മുടെ നാമി ആ ഒരു ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിലേക്ക് അവിടെ പുതിയ 2 ആൾക്കാർ വരികയാണ്. മിസ്റ്റർ 5ഉം മിസ് വാലന്റൈനും.
ബറോക്ക് വർക്സിന്റെ ഒരു ഹയർ റാങ്കിങ് ഏജൻസ് ആണ് ഈ വിവി എന്ന് പറയുന്ന പ്രിൻസസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മിസ്റ്റർ സീറോ പറഞ്ഞയച്ച 2 ഏജൻസ് ആണ് മിസ്റ്റർ 5ഉം മിസ് വാലന്റൈനും. ഈ മിസ്റ്റർ 5 എന്ന് പറയുന്നത് ബോംബ് ഫ്രൂട്ട് കഴിച്ചാണ്. അതാണെന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കും, എക്സ്പ്ലോഷൻസ് ഉണ്ടാകും ബ്രീത്തും ബൂഗേഴ്സിലൊക്കെ. മിസ് വാലന്റൈൻ എന്ന് പറഞ്ഞാൽ കിലോ ഫ്രൂട്ട് കഴിച്ചാണ് വെയിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ഇവിടെ ഒരു ചെറിയ ബാറ്റിൽ ഉണ്ടാകുന്നുണ്ട്, ലൂഫി വേഴ്സസ് നമ്മുടെ മിസ്റ്റർ 5ഉം സോറോ വേഴ്സസ് മിസ് വാലന്റൈനും. ഒരു തരത്തിൽ 2 പേരുടെ അടുത്ത് നിന്ന് ഡിസീസീവായിട്ട് ഈ സ്ട്രോ ഹാറ്റ്സ് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് അവരെ, എന്നിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്യുകയാണ് ആകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ബറോക്ക് വർക്കേഴ്സ് എക്സ്പെക്ട് ചെയ്തേക്കാളും വലിയ സ്ട്രോങ്ങർ ആണ് ഈ പറയുന്ന ലൂഫിയും സോറോയും ഒക്കെ. എന്നിരുന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രിൻസസ് വിവിയുടെ ലോയൽ ഗാർഡായിട്ടുള്ള ഇഖാരം മരിച്ചു പോകുന്നുണ്ട്. അതായത് മിസ് ഓൾ സൺഡേ എന്നറിയപ്പെടുന്ന അവര് ആ ഒരു ഷിപ്പിനെ ബ്ലോ അപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. നമുക്കറിയാം, അതിന് വരുന്ന ഒരു ഫ്യൂച്ചർ എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ പറയാം. എന്നിരുന്നാലും അതിൽ നിന്നും ഇമോഷണലി ഭയങ്കര ഡൗൺ ആവുന്നുണ്ട് നമ്മുടെ പ്രിൻസസ് ആയിട്ടുള്ള വിവി. ഇവിടെ വെച്ച് ഇപ്പം നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് എല്ലാം നഗരം വിടാൻ വേണ്ടി കപ്പലിൽ കയറി സെയിൽ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ആ ടൈമിലേക്ക് ഇതാണ് മിസ് ഓൾ സൺഡേ കയറി വരുന്നു. ഒരു കാനോൺ സിഗ്നിഫിക്കൻസ് എന്ന് തന്നെ പറയാം. എന്നാൽ ഇവർ ഫൈറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, സ്ട്രോ ഹാറ്റ്സിനെ സ്പെയർ ചെയ്യുകയാണ്. എന്നിട്ട് ലൂഫിക്ക് എറ്റേണൽ പോസ് എന്ന് പറയുന്ന ആ ഒരു സാധനം കൊടുക്കുകയാണ്. അത് അലബാസ്റ്റയിലേക്ക് മാത്രമേ ആ ഒരു പോയിന്റ് ചെയ്യത്തുള്ളൂ. അത് ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മാസ്റ്റർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. കഥകളെല്ലാം മനസ്സിലാക്കിയ ലൂഫി സംഘവും വിവിനെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. എന്നിട്ട് ഇവർ എറ്റേണൽ പോസ് ഉപയോഗിച്ച് അലവാസിയനെ ലക്ഷ്യമാക്കി പോകുന്നിടത്താണ് ഈ ഒരു ആർക്ക് തീരുന്നത്. ഇതെന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബറോക്ക് വർക്സ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ നമ്മളെ കാണിച്ചു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വിവിയുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പുതിയ വില്ലൻ ഈ ഒരു സാഗയിലെ മിസ്റ്റർ സീറോ അഥവാ ക്രോക്കഡൈൽ. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി അറിഞ്ഞവരെ ആരും തന്നെ അദ്ദേഹം ജീവനോടെ വെച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. സോ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് നീക്കോ റോബിൻ നമ്മുടെ മിസ് സൺഡേനെ നമ്മൾ കാണുന്നുണ്ട്. സോ അലബാസ്റ്റയുടെ ക്രൈസിസ് എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആർക്ക് പോലെ ഇതിനെ കാണാം. ഇതിൽ നിന്ന് നെക്സ്റ്റ് ആർക്കിലേക്കാണ് പോകുന്നത്, ദ ലിറ്റിൽ ഗാർഡൻ ആർക്ക്. ആ ഒരു എക്സ്പ്ലനേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. I told you